+1 + 2 മക്കളെ, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാം. ഓണം എക്സാം എടുത്തു വരല്ലേ. വൺ ഷോട്ട് മതിയോ? വൺ ഷോട്ട് ക്ലാസ് കണ്ടാൽ മതിയോ എനിക്ക് മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, അത് ഇപ്പം തന്നെ കമന്റ് ചെയ്യുക. വൺ ഷോട്ട് മതിയോ? എന്തിന്? നിങ്ങൾക്ക് A+ ആണോ വേണ്ടത്? ഓക്കെ, ഫുൾ മാർക്ക് ആണോ വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാനാണോ? പറഞ്ഞോ, നിങ്ങൾ ഇതൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ഉത്തരം. നിങ്ങൾക്ക് A+ ആണോ വേണ്ടത് 90% മേലെ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആണോ വേണ്ടത്, പാസ് ആണോ വേണ്ടത്? അപ്പോൾ വൺ ഷോട്ട് മതിയോ എന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ സ്വന്തം നോട്ട്സ് ഒന്നുമില്ല, നിങ്ങൾ സ്വന്തം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുകയാണ് വൺ ഷോട്ട് മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും പാസ് ആവാൻ ഇത് മതി. വൺ ഷോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കോൺസെപ്റ്റ്സ് ഏകദേശം ഡിസ്കസ് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരും, പാസ് ആവാൻ അത് മതി. A+ ഫുൾ മാർക്കിന് അത് മതിയോ? പണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ അത് മതിയാവായിരിക്കും. പണ്ട് എക്സാംസ് സിമ്പിൾ ആയിരുന്ന കാലത്ത്, നിങ്ങൾക്ക് പേപ്പർ ട്വിസ്റ്റ് ചെയ്ത് വരാതിരുന്ന കാലത്ത് ചിലപ്പോൾ മതിയാവായിരിക്കും. പക്ഷേ ഈ വൺ ഷോട്ടിൽ എന്താ പ്രശ്നം നിങ്ങൾക്കുള്ളത്? വൺ ഷോട്ട് ഇസ് അടിപൊളി, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്, പക്ഷേ ഇതൊക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ചാപ്റ്റർ കൊണ്ട് നിങ്ങൾ എല്ലാം ഓർത്തിരിക്കും എക്സാമിന് ഇല്ല. നിങ്ങൾക്ക് അവിടെ മിസ്സിംഗ് എന്താണ്? ഒരു റിവിഷൻ മിസ്സിംഗ് ആണ്. ഓക്കെ, ഒരു റിവിഷൻ മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻസ് മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യൻസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ മക്കളെ. +1 + 2 എത്തുമ്പം നിങ്ങൾക്ക് വെറുതെ ഒരു ഡെഫിനിഷൻ, വാട്ട് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റൂല. വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറേ ഫോർമുല ഉണ്ടാവും, കുറേ ഡെറിവേഷൻ ഉണ്ടാവും, കുറേ രീതിയിൽ ചെയ്യാനുണ്ടാവും. മാത്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ പറ്റൂല. ഓക്കെ, ഇനി നിങ്ങളൊരു വൺ ഷോട്ട് കണ്ടു, നിങ്ങളുടെ രീതിയിൽ ഒരു റിവിഷനും പഠിത്തവും പിന്നെ ഈ ക്വസ്റ്റ്യനും റിവിഷനും വൺ ഷോട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടാം, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടാം. എവിടെ? ക്വസ്റ്റ്യനും റിവിഷനും ചെയ്തിട്ട് നിങ്ങൾ വൺ ഷോട്ടിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ റിവിഷൻ കിട്ടും. പക്ഷേ വൺ ഷോട്ട് മാത്രമാണ് പാസ്സാവും, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും, B ഗ്രേഡ് ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അതിലെന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ഇന്ന് വൈകുന്നേരം നിങ്ങൾക്കൊരു ഇവന്റ് ഉണ്ട്, നിങ്ങളുടെ ഈ +1 ചാനലും +2 ചാനലും. അതിൽ കയറി വരിക. ഞാൻ ഇവന്റ് കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഓഗസ്റ്റ് 5-ാം തീയതി വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ആ ഇവന്റിന് ലൈവ് കാണാം. അതിൽ ഞാൻ അലക്സാറും കറക്റ്റ് പ്ലാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇനി ഓണം എക്സാമിന് വൺ ഷോട്ട് ഒക്കെ അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് റിവിഷൻ എങ്ങനെ ഒപ്പിച്ചിരുന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും ആ ലൈവിന് വരാം. ഓക്കെ, ഇത് ഒരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ, സിമ്പിളാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നല്ല എഫേർട്ട് ഇടണം. വൺ ഷോട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അതിനുള്ള പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതുപോലെ ക്വസ്റ്റ്യൻസ് റിവിഷൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് ചെയ്യണം. ഓക്കെ, ഇനി ഇതല്ലാതെ വേറെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എന്ത് സൊല്യൂഷൻ ആണ്? എക്സാമിനറിന്റെ അഗ്നി ബാച്ചിന്റെ +1കാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 3999 ആണ് ജോയിൻ ചെയ്യാൻ. താഴെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി +2കാരാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് +2ന്റെ ഉയരെ ബാച്ച് ഉണ്ട്, വീണ്ടും 3999 ഫീസ് കുറച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഓണം എക്സാമിൻ്റെ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാരത്തോൺ ക്ലാസ് നടത്തുന്നതിന് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് മാത്സിൻ്റെ എല്ലാ ചാപ്റ്റർ നമ്മൾ ഷോർട്ട് നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്തു. ഫിസിക്സിന് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ബയോളജി അങ്ങനെ എല്ലാ സബ്ജക്ട്സിനെയും ഷോർട്ട് നോട്ട്സ് റിവിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു, ലൈവ് നിങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷേ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓണം എക്സാമിൻ്റെ നമ്മുടെ റിവിഷൻ പ്ലാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഓണം എക്സാമിൻ്റെ, ക്രിസ്മസ് എക്സാമിൻ്റെ, ഫൈനൽ എക്സാമിൻ്റെ, മോഡൽ എക്സാം ഉണ്ട്. അതിനുവേണ്ടി ശക്തമാക്കാനുള്ള ഫുൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് മക്കളെ. ഉയരെ ബാച്ചിലൊക്കെ നമ്മൾ ഓണം എക്സാമിൻ്റെ സിലബസും അഗ്നി ബാച്ചിലും ഓണം എക്സാമിൻ്റെ സിലബസ് ഓണം എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് തീർത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് അതിൻ്റെ ഒരു മാസം മുമ്പ് തീർക്കും. പബ്ലിക് എക്സാമിൻ്റെ സിലബസ് മൊത്തം ഡിസംബർ ആകുമ്പോൾ തീർന്നോളും. അത്രയും നേരത്തെ നമ്മൾ തീർക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിലുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇത് തീർന്നു എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ മനസ്സിലായി. നിങ്ങൾ വൺ ഷോട്ട് മാത്രം കണ്ടാൽ പാസ്സാവും, പക്ഷെ നിങ്ങൾക്ക് അടിപൊളി മാർക്കും A+ഉം ഫുൾ മാർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുന്നു. അതിനുവേണ്ടി ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ലൈവിൽ വരുന്ന ഈ ചാനലിൽ. അപ്പോൾ സീ യു ദേർ. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.